നിങ്ങളൊക്കെ വിചാരിക്കും പിണറായി വിജയൻ മൂന്നാമതും അധികാരത്തിൽ വരാൻ പാടില്ല എന്ന് വി.ഡി. സതീശന്റെ നേതൃത്വത്തിൽ പ്രതിപക്ഷത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യമാണ്, അല്ലെങ്കിൽ രാജീവ് ചന്ദ്രശേഖരന്റെ നേതൃത്വത്തിൽ ബി.ജെ.പിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യമാണ്. ജനങ്ങൾ പിന്നെ സ്വാഭാവികമായും എല്ലാ ജനങ്ങളും ആഗ്രഹിക്കുന്നു ഈ മാറണം, എങ്ങനെയും പോയി കിട്ടണമെന്ന്. പക്ഷെ രാഷ്ട്രീയ ലെവലിൽ ഏറ്റവും കൂടുതൽ പിണറായി വിജയനെ ഇവിടുന്ന് മാറ്റണം എന്ന് പറഞ്ഞാൽ മൂന്നാം തവണ ഒരിക്കലും ഈ മനുഷ്യൻ വരാൻ പാടില്ല, അല്ലെങ്കിൽ ഈ ടീം വരാൻ പാടില്ല എന്ന് ആഗ്രഹിക്കുന്നത് യഥാർത്ഥത്തിൽ, അതിനുവേണ്ടി ശ്രമിക്കുന്നത് യഥാർത്ഥത്തിൽ വി.ഡി. സതീശനോ രാജീവ് ചന്ദ്രശേഖരോ അല്ലെങ്കിൽ UDF അല്ലെങ്കിൽ BJP അല്ല, കള്ളൻ കപ്പലിൽ തന്നെയാണ്. ഞാൻ ഈ വീഡിയോയുടെ ഏറ്റവും പ്രധാനമായി ഞാൻ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം അതാണ്. പിണറായി വിജയൻ മൂന്നാമതും അധികാരത്തിൽ വരരുത് എന്ന് ഏറ്റവും അധികം ആഗ്രഹിക്കുന്നതും അതിനുവേണ്ടി പണിയെടുക്കുന്നതും CPM-നുള്ളിലെ ഒന്നാം പ്രതി ആരാണെന്നറിയോ? അപ്പം ഗോവിന്ദൻ. എന്താ സംശയം? അപ്പം ഗോവിന്ദനാണ് പിണറായി വിജയനെ വെട്ടാൻ വേണ്ടിയിട്ട് നേതൃത്വം കൊടുക്കുന്ന പിണറായി വിരുദ്ധ പ്രസ്ഥാനത്തിന്റെ നായകൻ. നമ്മളെ കാണുമ്പം മൂപ്പര് അഭിനയിക്കും, പത്രക്കാർക്ക് മുമ്പിൽ മൂപ്പര് അഭിനയിക്കും. ഈ കാണുന്നതൊന്നുമല്ല അപ്പം ഗോവിന്ദൻ. ചിലപ്പോഴൊക്കെ ആ ഗൂഢ ലക്ഷ്യം പുറത്തേക്ക് വരും. ആ ഗൂഢ ലക്ഷ്യമാണ് കഴിഞ്ഞ ദിവസം പുറത്തേക്ക് വന്നത്. ഇതാ, നിങ്ങളെല്ലാവരും അറിഞ്ഞതാണ്. എങ്കിലും നമുക്ക് പത്രത്തിൽ ഇങ്ങനെയാണല്ലോ, പത്രത്തിൽ വന്നു കഴിഞ്ഞാൽ അതിനൊരു ആധികാരികത ഉണ്ടെന്നൊക്കെ പറയാം. മാതൃഭൂമി പത്രത്തിലെ 1-ാം പേജിൽ തന്നെയുണ്ട് അപ്പം ഗോവിന്ദന്റെ ചിരിക്കുന്ന ചിത്രത്തിനൊപ്പം ആ പ്രധാനപ്പെട്ട വാർത്ത എന്താണെന്നറിയോ? തന്ത്രി പെരുങ്കള്ളന്മാരുടെ പട്ടികയിൽ എന്ന് പറഞ്ഞാൽ MP ഗോവിന്ദൻ പറയുകയാണ്, ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ SIT അറസ്റ്റ് ചെയ്യുകയും 48 ദിവസം ജയിലിലിട്ട് അവസാനം കൊല്ലം വിജിലൻസ് കോടതി ജാമ്യം നൽകി വിട്ടയക്കുകയും ചെയ്ത തന്ത്രി. ആ ജാമ്യാപേക്ഷ എന്ന് പറയുന്നത് ചില്ലറ അല്ല, ഈ ഉത്തരവ് എന്ന് പറയുന്നത് കോടതിയുടെ ജാമ്യാപേക്ഷയിൽ കൊല്ലം വിജിലൻസ് കോടതിയുടെ ഉത്തരവ് എന്ന് പറയുന്നത് 1.5 ഉത്തരവാണ് കേട്ടോ. 90ഓളം പേജുകളുള്ള ഉത്തരവിൽ വളരെ കൃത്യമായി പറയുന്നു, ഒരു ചെറിയ തെളിവ് പോലുമില്ല തന്ത്രിയെ അറസ്റ്റ് ചെയ്യാൻ. പിന്നെ എന്തിനായിരുന്നു തന്ത്രിയെ അറസ്റ്റ് ചെയ്തത്? തന്ത്രിയെ അറസ്റ്റ് ചെയ്തത് യഥാർത്ഥത്തിൽ SIT അന്വേഷണം ഏതാണ്ട് ഒരു പാതി വഴിയിൽ വളരെ നല്ല രീതിയിലൊക്കെ നടന്നു. കടകംപള്ളിയെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി ഉള്ള ശ്രമം നടത്തിയപ്പോഴാണ് പിണറായി വിജയൻ പിടിച്ചത്. P. ശശിയെ കൊണ്ട് പിടിപ്പിച്ചത്. SITയെ പിണറായി വിജയൻ കൈപ്പിടിയിലാക്കി. നമുക്കൊക്കെ ഒരു വിശ്വാസമുണ്ട്, ഈ SIT എന്ന് പറയുന്നത്, സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം എന്ന് പറയുന്നത് ഹൈക്കോടതിയുടെ നിയന്ത്രണത്തിലാണല്ലോ, ഹൈക്കോടതിയാണല്ലോ ഇത് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തത്. എന്നിട്ട് ഹൈക്കോടതി പറയുന്നു ഈ റിപ്പോർട്ടുകളൊക്കെ ഞങ്ങൾക്ക് തരണം, ഞങ്ങളുടെ ശ്രദ്ധയോടെ ഞങ്ങളുടെ നിയന്ത്രണത്തിലാണെന്ന് പറയുന്നു. പക്ഷേ ഹൈക്കോടതി നേരിട്ടിട്ടല്ലല്ലോ അന്വേഷണം നടത്തുന്നത്. അന്വേഷണം നടത്തുന്നതൊക്കെ ഇവരാണല്ലോ. എങ്ങനെ അന്വേഷിക്കണം, ഏത് രീതിയിൽ അന്വേഷിക്കണം എന്നൊക്കെ ഹൈക്കോടതിക്ക് ഒരു നിർദ്ദേശം കൊടുക്കാനല്ലേ പറ്റുള്ളൂ. അന്വേഷിക്കേണ്ടതും കണ്ടെത്തേണ്ടതും ആരാണ്? SIT ആണ്. ആരാണ് SIT? സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം എന്ന് പറയുന്നത് പിണറായി പോലീസുകാർക്ക് ഏറ്റവും കൂടുതൽ അവരുടെ വിധേയത്വം എന്ന് പറയുന്നത് പിണറായി വിജയനോടാണ്. അപ്പോൾ ഈ SIT ഇപ്പോൾ പ്രവർത്തിക്കുന്നത് പിണറായി വിജയന്റെ നിർദ്ദേശമനുസരിച്ചിട്ടാണ്, അല്ല എന്ന് ആരും കരുതുന്നുണ്ടോ? SIT പ്രവർത്തിക്കുന്നത് പിണറായി വിജയന്റെ എല്ലാവിധ നിർദ്ദേശവും അനുസരിച്ചാണ്. പിണറായി വിജയൻ പറയുന്നു ആരെ അറസ്റ്റ് ചെയ്യാൻ പാടില്ല, കടകംപള്ളി അറസ്റ്റ് ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ എന്നോ അറസ്റ്റ് ചെയ്യുമായിരുന്നു. കാരണം കടകംപള്ളി എന്ന് പറയുന്ന മന്ത്രിയുടെ കീഴിലുള്ള ഈ ബോർഡാണ് ഇമാതിരി തോന്നിയാസങ്ങൾ മുഴുവൻ നടത്തിയത്, കൊള്ള നടത്തിയത്. അപ്പൊ കടകംപള്ളി അറിയാതെ നടക്കൂ? കടകംപള്ളി അറിയാതെ എന്തായാലും നടക്കില്ലല്ലോ. കടകംപള്ളിയെയാണ് പിടിച്ച് അകത്തിടേണ്ടത് ഏറ്റവും ആദ്യം. പിന്നീടാണ് ഇപ്പോഴത്തെ മന്ത്രി വാസവന് രക്ഷപ്പെടാൻ പറ്റുമോ? വാസവന്റെ ഈ ബോർഡ്, ഏത് ബോർഡ്? ദേവസ്വം ബോർഡ്. PS പ്രശാന്ത് ആയിരുന്നു പ്രസിഡന്റ്. PS പ്രശാന്തിനെ 2 തവണയോ 3 തവണയോ ചോദ്യം ചെയ്തു എന്നാണ് നമ്മൾ അറിയുന്നത്. ഈ PS പ്രശാന്ത് എന്തൊക്കെയാണോ നേരത്തെ N വാസുവും പത്മകുമാറും ചെയ്തത്, അതേപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത പുള്ളിയാണ് പ്രശാന്തും കൊണ്ടുപോയിരുന്നു പൂശാൻ. ഇവര് പൂശിയത് മതിയാവാതെ 2025 കഴിഞ്ഞ വർഷം ഇത് പൂശാൻ വേണ്ടിയിട്ട് പ്രശാന്തും കൊണ്ടുപോയിരുന്നു. ഇതേ വഴിക്ക്, ഇതേ പോറ്റിയുടെ സഹായത്താൽ. ഇതിനൊക്കെ അനുമതി നൽകിയത് വാസവനാണ്. ശബരിമലയിലെ ഒരു വസ്തുവും ഇതേപോലെ പുറത്തേക്ക് കൊണ്ടുപോകാൻ പാടില്ല. കൊണ്ടുപോകണമെങ്കിൽ, അങ്ങനെ വല്ല ആവശ്യമുണ്ടെങ്കിൽ ഹൈക്കോടതിയുടെ അനുവാദം വേണം. അതിനു വേണ്ടിയിട്ട് ഒരു സ്പെഷ്യൽ കമ്മീഷണർ ഉണ്ട്. സ്പെഷ്യൽ കമ്മീഷണറുടെ ഹൈക്കോടതിയുടെ കണ്ണു വെട്ടിച്ച് കൊണ്ടുപോയത് ആര്? PS പ്രശാന്ത്. വാസവൻ നടപടിയെടുക്കണ്ടേ? അറസ്റ്റ് ചെയ്യണ്ടേ? അവസാനം കോടതി കണ്ടെത്തി, സ്പെഷ്യൽ കമ്മീഷണർ പിന്നീടാണ് അറിഞ്ഞത്, ഇതാ തങ്ങളുടെ അനുവാദം വാങ്ങാതെ കൊണ്ടുപോയിരിക്കുന്നു. ഉടനെ വിവരം ഹൈക്കോടതി അറിയിച്ചു. ഹൈക്കോടതി പറഞ്ഞു കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞു. അപ്പോഴത്തേക്കാണ് പറഞ്ഞത്
ഉരുക്കിപ്പോയി. ആരാ പറഞ്ഞത്? പ്രശാന്താണ് പറഞ്ഞത്, വാസവനാണ് പറഞ്ഞത്. അത് ഉരുക്കിപ്പോയി. ഉരുക്കിപ്പോയ സാധനം എങ്ങനെ കൊണ്ടുവരാൻ? അപ്പോൾ ഹൈക്കോടതി പറഞ്ഞു ഏതായാലും പൂശിക്കൊണ്ടുവാ. അങ്ങനെ പൂശിക്കൊണ്ടുവന്നു. ചുരുക്കി പറഞ്ഞാൽ 2025 സ്വർണ്ണക്കൊള്ള, ഈ സ്വർണ്ണക്കൊള്ള 2019 സ്വർണ്ണക്കൊള്ള മറച്ചു പിടിക്കാൻ വേണ്ടി അതിന്റെ തുടർച്ചയാണെന്ന് പറഞ്ഞതാണ് ഹൈക്കോടതിയാണ്. ഇതൊക്കെ അന്വേഷിക്കാൻ വേണ്ടിയിട്ടാണ് SIT ചുമതലപ്പെടുത്തിയത്. SIT ഇതാ 90 ദിവസവും കഴിഞ്ഞ് അവരുടെ അന്വേഷണം. കുറ്റപത്രം സമർപ്പിച്ചില്ല. എന്തിനു വേണ്ടി? പിണറായി പറഞ്ഞു കുറ്റപത്രം സമർപ്പിക്കരുത്, എന്നാലേ വാസു പുറത്തിറങ്ങുള്ളൂ, എന്നാലേ പത്മകുമാർ പുറത്തിറങ്ങുള്ളൂ, എന്നാലേ വിജയകുമാർ പുറത്തിറങ്ങുള്ളൂ, എന്നാലേ ശങ്കർദാസ് പുറത്തിറങ്ങുള്ളൂ. തങ്ങളുടെ സഖാക്കന്മാർ പുറത്തിറങ്ങണമെങ്കിൽ കുറ്റപത്രം സമർപ്പിക്കരുത് പിണറായി പറഞ്ഞു. SIT കേട്ടു. ഇപ്പൊ SIT കാത്തിരിക്കുന്നത് പിണറായിയുടെ ആജ്ഞകൾക്കാണ്. പിണറായി പറയുന്നു ഇങ്ങനെ മതി, നിങ്ങൾ ഒരു കാര്യം കൂടി ചെയ്യണം, തന്ത്രിയെ പിടിച്ച് അകത്തിട്. അങ്ങനെയാണ് തന്ത്രിയെ പിടിച്ചത്. തന്ത്രിയെ പിടിച്ച് അകത്തിടാൻ ഒരു തരത്തിലുള്ള തെളിവുകളും ഇല്ല എന്ന് പറയുന്നത് വിജിലൻസ് കോടതിയാണ്. ജാമ്യ ഉത്തരവിൽ നമുക്കറിയാലോ, ഈ പറയുന്ന മറ്റു പ്രതികളൊക്കെ വാസുവും നേരത്തെ വിജയകുമാറും ഒക്കെ പുറത്തിറങ്ങിയത് എങ്ങനെയാണ്? ഇപ്പൊ പത്മകുമാർ പുറത്തിറങ്ങാൻ പോകുന്നതൊക്കെ എങ്ങനെയാണ്? സ്വാഭാവികമായ ജാമ്യമാണ്. 90 ദിവസം കഴിഞ്ഞാൽ കുറ്റപത്രം സമർപ്പിച്ചില്ല എങ്കിൽ സ്വാഭാവികമായ ജാമ്യം കിട്ടും. അങ്ങനെയാണ് അവർ പുറത്തിറങ്ങുന്നത്. പക്ഷെ തന്ത്രി എങ്ങനെയല്ല, തന്ത്രിക്ക് സ്വാഭാവിക ജാമ്യമല്ല. കോടതി ഇടപെട്ടുകൊണ്ട് കോടതി കൃത്യമായി തെളിവുകളൊക്കെ നോക്കിയിട്ട് പറയാണ് ഒരു തെളിവുമില്ല. എന്നിട്ടാണ് തന്ത്രിയെ നേരത്തെ തന്നെ കേരളീയ പൊതുസമൂഹം പറഞ്ഞിരുന്നു, അവർക്ക് അറിയാമായിരുന്നു. ഇതിൽ തന്ത്രിക്ക് എന്ത് കാര്യം? തന്ത്രിക്ക് അവിടുത്തെ പൂജാവിധികളും അവിടുത്തെ ഈ പറയുന്ന ആചാരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമേ തന്ത്രി അവസാനമാക്കുള്ളൂ. ബാക്കി ഇതിന്റെ കാര്യങ്ങൾ നിർവഹിക്കേണ്ടത് ദേവസ്വം ബോർഡാണ്. അതല്ല എന്നും തന്ത്രിയാണ് ഒക്കത്തിന് കാരണം എന്ന് വരുത്തി തീർക്കുന്നത് 2 കാരണത്താലാണ്. ഒന്ന്, അവർക്ക് ഈ സഖാക്കളാണ്, സ്വർണം കട്ടത് മുഴുവൻ സഖാക്കളാണ് എന്നുള്ള ഒരു വിശ്വാസം അല്ലെങ്കിൽ എന്നുള്ള ഒരു പ്രചാരണം അവസാനിപ്പിക്കണം. അതിനു വേണ്ടിയിട്ട് തന്ത്രിയെ കൂടി കയറ്റിക്കഴിഞ്ഞാൽ BJP-ക്കാർ മിണ്ടില്ലല്ലോ, കോൺഗ്രസ്സുകാർ മിണ്ടില്ലല്ലോ, ഹൈന്ദവ വിശ്വാസികൾ മിണ്ടില്ലല്ലോ. കട്ടത് മുഴുവൻ നിങ്ങളുടെ തന്ത്രിയാണ്, ഞങ്ങളല്ല എന്ന് ഇവർക്ക് പറയാലോ. ഇതിനു വേണ്ടിയിട്ട് തന്ത്രിയെ കുടുക്കി. ഏതായാലും തന്ത്രിയെ ജയിൽ മോചിതനാക്കി. തന്ത്രി കുറ്റക്കാരനല്ല എന്ന് വിജിലൻസ് കോടതി വളരെ കാരണസഹിതം വെറുതെ ഒറ്റവാക്കിൽ ജാമ്യം കൊടുത്ത് വിട്ടതല്ല. സ്വാഭാവികമായി അങ്ങനെ ഒരു 3-4 വാചകങ്ങൾ കൊണ്ട് അങ്ങനെ കോടതിക്ക് വിടാം. പക്ഷെ അങ്ങനെയല്ല. 90ഓളം പേജുകൾ. ആ പേജുകളിൽ ഓരോന്നായി കോടതി പറയുകയാണ് ഒരു തെളിവ് പോലുമില്ല, നിങ്ങൾ എന്തിന് പിന്നെ അറസ്റ്റ് ചെയ്തു? അപ്പോഴാണ് ഞാൻ നേരത്തെ പറഞ്ഞതിലേക്ക് വരുന്നത്. നമ്മുടെ അപ്പം ഗോവിന്ദൻ പറയാണ് പെരുങ്കള്ളൻ. ആര്? അതായത് നിങ്ങൾ നോക്കണം, ഒരു കൊല്ലം വിജിലൻസ് കോടതി ഈ സംഭവം മുഴുവൻ പരിശോധിച്ചിട്ട് കോടതി ജാമ്യം കൊടുക്കുകയാണ്. വെറും ജാമ്യം കൊടുക്കുകയല്ല, എന്നിട്ട് പറയുന്ന ഒരു തെളിവ് പോലുമില്ല എന്ന് വളരെ കൃത്യമായി കോടതി വിധി. ആ വിധി വന്നിട്ടാണ് അപ്പം ഗോവിന്ദൻ പറയുന്നത് ഇയാൾ പെരുങ്കള്ളൻ. എന്തടിസ്ഥാനത്തിൽ MP ഗോവിന്ദനാണോ കൊല്ലം വിജിലൻസ് കോടതിയുടെയും മേലെയുള്ള കോടതി MP ഗോവിന്ദനാണോ? എന്റെ ഒന്നാമത്തെ ചോദ്യമാണ്. ആണോ? എല്ലാറ്റിന്റെയും അവസാനമാക്കി MP ഗോവിന്ദനാണെങ്കിൽ പിന്നെ എന്തിനാണ് ഇവിടെ കോടതി ഗോവിന്ദൻ പറഞ്ഞാൽ പോരെ? മറ്റത് ഗോവിന്ദൻ പറഞ്ഞ വേറെ പൊട്ടത്തരം എന്താണെന്നറിയോ? ഇത് പെരുങ്കള്ളന്മാരുടെ കൂടെയാണ് ഇയാളെന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഗോവിന്ദൻ തന്നെ പറയാണ് വാസു പെരുങ്കള്ളനാണ്, പത്മകുമാർ പെരുങ്കള്ളനാണ്, വിജയകുമാർ പെരുങ്കള്ളനാണ്, ശങ്കർദാസ് പെരുങ്കള്ളനാണെന്ന് ഇയാൾ പറയല്ലേ ചെയ്തത്, അല്ലേ? എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് വാർത്ത. എന്താണ്? തന്ത്രി പെരുങ്കള്ളന്മാരുടെ പട്ടികയിൽ, അങ്ങനെയാണ് പറയുന്നത്, പെരുങ്കള്ളന്മാരുടെ പട്ടികയിൽ ഉൾപ്പെട്ടിരിക്കുകയാണ് എന്ന് CPM സംസ്ഥാന സെക്രട്ടറി തന്ത്രി. മനസ്സിലായില്ലേ? അപ്പോൾ ഗോവിന്ദൻ പറയുകയാണ് ഇപ്പറഞ്ഞ അകത്ത് കിടക്കുന്ന ആൾക്കാരൊക്കെ പെരുങ്കള്ളന്മാരാണെന്ന് പറയാണ്. എന്നാ പിന്നെ പുറത്താക്കണ്ടേ ഈ മറ്റേ ഇയാളെ പത്മകുമാർ ഇപ്പോഴും ജില്ലാ കമ്മിറ്റി അംഗമല്ലേ, CPM-ന്റെ ജില്ലാ കമ്മിറ്റി അംഗമായി ഇപ്പോഴും തുടരുകയല്ലേ? അപ്പം ഗോവിന്ദൻ പണ്ടെന്താ പറഞ്ഞത്? നമ്മളോട് പറഞ്ഞത് ഞങ്ങൾ വിശ്വസിക്കില്ല, റിപ്പോർട്ട് വരട്ടെ, FIR അല്ല, അത് കഴിഞ്ഞിട്ട് കുറ്റപത്രം, അങ്ങനെ പറഞ്ഞത്, കുറ്റപത്രം കോടതിയിൽ സമർപ്പിക്കട്ടെ, എന്നിട്ട് ഞങ്ങൾ തീരുമാനിക്കാം. നമുക്കറിയാം കുറ്റപത്രം സമർപ്പിച്ചു കഴിഞ്ഞാലും ഗോവിന്ദൻ അപ്പം എന്ത് പറയും? കോടതി വാദങ്ങൾ കേൾക്കട്ടെ, കുറ്റപത്രത്തിൽ ഇപ്പൊ എന്ത് എഴുതാലോ, വാദങ്ങൾ കേൾക്കട്ടെ, എന്നിട്ട് കോടതി തീരുമാനിക്കട്ടെ, കോടതി വിധി വരട്ടെ. ഇനിയിപ്പോ കോടതി വിധി വന്നു എന്ന് വിചാരിക്കുക, ഇവരൊക്കെ കുറ്റക്കാരാണെന്ന് കോടതി പറയുകയും ചെയ്തു എന്ന് വിചാരിക്കുക. അപ്പൊ ഗോവിന്ദൻ എന്താ പറയാ? ഇത് കീഴ്ക്കോടതിയല്ലേ, മേലെ കോടതികൾ ഒരുപാടില്ലേ, ആ കോടതികളിലേക്കൊക്കെ പോകട്ടെ. അങ്ങനെ ഹൈക്കോടതിയിലേക്കും സുപ്രീം കോടതിയിലേക്കൊക്കെ പോയി സുപ്രീം കോടതി പറയുകയാണ് ഇവർ കുറ്റക്കാരാണെന്ന് പറഞ്ഞാൽ ഗോവിന്ദൻ സമ്മതിക്കോ? ഗോവിന്ദൻ ഇല്ല. അപ്പം ഗോവിന്ദൻ എന്താ പറയാ?
ഈ കോടതികൾ അങ്ങനെയൊക്കെ പറയും. പക്ഷെ ഞങ്ങളുടെ പാർട്ടി കോടതിക്ക് വിശ്വാസമുണ്ട്, അല്ലെങ്കിൽ പാർട്ടി കോടതി പറയുന്നു ഇവർ കുറ്റക്കാരല്ല. അങ്ങനെയാണല്ലോ നമ്മൾ ടി പി ചന്ദ്രശേഖരന്റെ കേസിലൊക്കെ കണ്ടത്. കുഞ്ഞനന്തനെ കോടതി ഇരട്ട ജീവപര്യന്തത്തിന് ശിക്ഷിച്ചിട്ടും കുഞ്ഞനന്തട്ടാ എന്ന് വിളിച്ച് കെട്ടിപ്പിടിക്കുകയായിരുന്നില്ലേ ശൈലജ ടീച്ചറും ബാക്കിയുള്ള ഈ മാരി സഖാക്കളൊക്കെ. എന്തൊരു സ്നേഹമായിരുന്നു കൊലയാളികളോട്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഗോവിന്ദൻ ഇന്ന് പറഞ്ഞതല്ല നാളെ പറയുന്നതല്ല മറ്റന്നാൾ പറയാ. പക്ഷേ ഇപ്പോഴ് എന്ന് പറഞ്ഞാൽ തെരഞ്ഞെടുപ്പ് ഇങ്ങനെ പടിവാതിൽക്കൽ എത്തി നിൽക്കുമ്പോ ഗോവിന്ദൻ പറയുകയാണ് തന്ത്രി പെരിങ്കള്ളനാണ്. അങ്ങനെ പറയേണ്ട ഒരാവശ്യവുമില്ലായിരുന്നു. വേണമെങ്കിൽ എസ് ഐ ഡി ഇപ്പൊ പോകുന്നത് ഇത് എന്താ പറയാ അപ്പീൽ കൊടുക്കാൻ വേണ്ടി പോവുകയാണ്. ഇയാളെ തന്ത്രിയെ വെറുതെ വിട്ടതിനെതിരെ ഹൈക്കോടതിയിൽ അപ്പീൽ കൊടുക്കാൻ പോവുകയാണ്. അവർക്ക് അങ്ങനെ കൊടുക്കാം. ഹൈക്കോടതിയിൽ നിന്ന് കിട്ടട്ടെ തലക്കടി. ഹൈക്കോടതിയിൽ നിന്ന് കിട്ടിയാൽ തനിക്ക് മനസ്സിലാവുമല്ലോ, കൊടുക്കട്ടെ. അങ്ങനെ കൊടുത്താൽ മതിയായിരുന്നു. പക്ഷെ ഈ പൊട്ടൻ ഈ ഊള പറയുകയാണ് തന്ത്രി പെരിങ്കള്ളൻ. അങ്ങനെ പെരിങ്കള്ളൻ എന്ന് എം വി ഗോവിന്ദൻ പറയുമ്പോൾ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. CPM കിട്ടുന്ന 80% വോട്ടുകൾ, അല്ലെ, CPM കിട്ടുന്ന 80% കൂടുതൽ വോട്ടുകൾ ഇവിടുത്തെ ഹൈന്ദവരുടേതാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ഹൈന്ദവരുടെ പാർട്ടി എന്ന് പറയുന്നത് BJP അല്ല. BJPക്ക് കിട്ടുന്ന ഹൈന്ദവ വോട്ടുകളെക്കാൾ കൂടുതൽ ഹൈന്ദവ വോട്ടുകൾ കിട്ടുന്നത് CPM-നാണ്. പ്രത്യേകിച്ചും ഈ പുതിയ സാഹചര്യത്തിൽ. കാരണം എന്തായാലും മുസ്ലിം വിഭാഗത്തെ ഇവർ തള്ളിപ്പറഞ്ഞിരിക്കുന്നു. വെള്ളാപ്പള്ളിയുടെ നേതൃത്വത്തിൽ മുസ്ലിങ്ങൾ മുഴുവൻ ഭീകരവാദികളാണ്, അല്ലെങ്കിൽ മുസ്ലിങ്ങൾ അവരുടെ അധികാരം ഉപയോഗിച്ചുകൊണ്ട് അവരെ കട്ടുപിടിക്കുന്നത്, അങ്ങനെ ഒരുപാട് നറേഷൻസ് ഉണ്ടല്ലോ. മാത്രമല്ല ഇവരൊക്കെ തീവ്രവാദികളാണ്, മറ്റേ SDPI-ക്കാരെ കുറിച്ച്, ജമാഅത്തെക്കാരെ കുറിച്ച്, പോപ്പുലർ ഫ്രണ്ടുകാരെ കുറിച്ച്, അങ്ങനെ ഇവര് മുസ്ലിമിനെ ഇവര് അപരവൽക്കരിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇവർക്ക് ആകെ പ്രതീക്ഷ എന്ന് പറയുന്നത് ഹൈന്ദവ വോട്ടുകളാണ്. ആ ഹൈന്ദവ വോട്ടുകളിലാണ് ഗോവിന്ദൻ കത്തിവെച്ചിരിക്കുന്നത്. ഞാനതാ പറയുന്നത്. പിണറായി വിജയൻ 3ാം തവണ അധികാരത്തിൽ വരരുത്. പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള LDF അധികാരത്തിൽ വരരുത്. ഏറ്റവും ദയനീയമായി തോൽക്കണം. ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് VD സതീശനല്ല, രാജീവ് ചന്ദ്രശേഖർ അല്ല, പിന്നെ ആരാണ്? MV ഗോവിന്ദനാണ്. അതിനു വേണ്ടിയിട്ടുള്ള MV ഗോവിന്ദന്റെ മരുന്നാണ് ഒന്ന് ഈ തന്ത്രി പെരിങ്കള്ളനാണെന്ന് പറയാം. അപ്പോൾ ഈ ഹൈന്ദവ വിശ്വാസികളാകെ CPM-നോട് ഭയങ്കര വിരോധം വരും. കാരണം കോടതി നേരത്തെ തന്നെ ഈ തന്ത്രിയെ അറസ്റ്റ് ചെയ്തപ്പോൾ തന്നെ ഹൈന്ദവ വിശ്വാസികളുടെ ഇടയിൽ വളരെ മുറുമുറുപ്പും അമർഷവും ഒക്കെ ഉണ്ടായിരുന്നു. എന്തിനു വേണ്ടിയിട്ട് തന്ത്രിയെ അറസ്റ്റ് ചെയ്യുന്നു? ഇവരൊക്കെ അരിയാഹാരം കഴിക്കുന്ന ആൾക്കാരാണല്ലോ. എങ്കിലും ഈ ഹൈന്ദവ വിശ്വാസികളുടെ ഒരു നന്മ ഈ തന്ത്രി അങ്ങനെ വല്ലതും ചെയ്യുകയാണെങ്കിൽ, കാരണം അവരുടെ സംശയം, കാരണം തന്ത്രി ചിലപ്പോൾ ഇതിനൊക്കെ എന്താ പറയാ ഇതിനൊക്കെ ഒരു സഹായം ചെയ്തു കൊടുത്തോ എന്നൊക്കെയുള്ള ഒരു സംശയം ഹൈന്ദവ വിശ്വാസികൾക്കിടയിൽ ഉണ്ടായിരുന്നു സ്വാഭാവികമായിട്ടും. അപ്പോഴാണ് കോടതി തന്നെ തീർത്തു പറഞ്ഞത് തന്ത്രി നിരപരാധിയാണ്. അപ്പോൾ ഗോവിന്ദൻ ഇയാൾ പെരിങ്കള്ളൻ എന്ന് പറയുമ്പോൾ അതോടുകൂടി നേരത്തെ തന്നെ ഹൈന്ദവ വിശ്വാസികൾ ശബരിമല സ്വർണം സഖാക്കന്മാര് കട്ടുകൊണ്ടുപോയി, അല്ലെങ്കിൽ അയ്യപ്പനെ വരെ കൊണ്ടുപോയതിൽ ആകെ അമർഷം പൂണ്ടു നിൽക്കുകയാണ്. മാത്രമല്ല മറ്റേ അയ്യപ്പ സംഗമം, ആഗോള അയ്യപ്പ സംഗമം നടത്തിയിട്ട് കട്ടുമുടിച്ചതിന്റെ കഥ ഇവിടുത്തെ നഴ്സറി കുട്ടികൾക്ക് വരെ അറിയാം. ചെറിയ കുട്ടികൾ പാട്ടുപാടാണ്. 600 പേർ പങ്കെടുത്തതിന് 5000 പേർക്ക് സദ്യ, അല്ലേ? പന്തൽ കെട്ടാൻ 58 കോടി, അല്ല 58 ലക്ഷം. അവിടെ മറ്റേ സ്പീക്കർ പിടിപ്പിക്കാൻ അല്ലെങ്കിൽ അതിനൊരു വൈബ് ഉണ്ടാക്കാൻ വേറെ 45 ലക്ഷം. അവിടെ കലാപരിപാടികൾ അവതരിപ്പിക്കാൻ 38 ലക്ഷം. ലൈറ്റ് പിടിപ്പിക്കാൻ വേറൊരു 16 ലക്ഷം. അങ്ങനെ അയ്യപ്പനെ കട്ടുമുടിക്കുന്ന സർക്കാർ എന്നുള്ള രീതിയിൽ ഹൈന്ദവ വിശ്വാസികളുടെ വിശ്വാസം ഇങ്ങനെ നഷ്ടപ്പെട്ട് പോയിക്കൊണ്ടിരിക്കവേ കടും വെട്ടുകയാണ് ഗോവിന്ദൻ പറയുന്നു പെരുങ്കള്ളൻ. ഇതോടുകൂടി ഹൈന്ദവ വിശ്വാസികളുടെ വോട്ട് അവര് തീരുമാനിക്കുന്നു. വേണ്ട ഈ കാരണഭൂതൻ ടീമിന് ഇനി ഞങ്ങൾ വോട്ട് ചെയ്യില്ല. ഞങ്ങളുടെ വോട്ട് ഒന്നുകിൽ BJPക്ക് അല്ലെങ്കിൽ UDF-ന്. എന്ത് ഗോവിന്ദന്റെ ഒരു ഇങ്ങനെയാണ് ഈ സഖാക്കന്മാരുടെ കുതികാൽ വെട്ട് എന്ന് പറയുന്നത്. വളരെ ആസൂത്രിതമായി, അല്ലെ, വളരെ ആസൂത്രിതമായി ഗോവിന്ദൻ പിണറായി വിജയന് എന്താ പറയാ പിണറായി വിജയനെ വെച്ച പാര. ഇത് ഗോവിന്ദൻ മാത്രമല്ല കേട്ടോ. ഗോവിന്ദന് പിന്നാലെ ആരുണ്ടെന്ന് അറിയോ? നമ്മളെ ബേബി സഖാവുണ്ട്. ഗോവിന്ദനും ബേബിയും ശൈലജയും കെ ശൈലജ ഇപ്പം ഒരുപാട് സുഖിപ്പിച്ചുകൊണ്ടിരിക്കല്ലേ, പിണറായി വിജയനെ സുഖിപ്പിച്ചുകൊണ്ടിരിക്കല്ലേ. എന്താ ഈ സുഖിപ്പിക്കുന്നതിന്റെ കാരണം? ഉള്ളിൽ പാര വെച്ചുകൊണ്ടിരിക്കുകയാണ്. ശൈലജയുടെ ലക്ഷ്യം വേറൊന്നാണ്. എങ്ങനെയെങ്കിലും അടുത്ത മുഖ്യമന്ത്രി, എങ്ങനെയെങ്കിലും ഈ പണ്ടാറൊന്ന് വന്നു കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും
തപ്പിത്തടഞ്ഞ് വന്നു കഴിഞ്ഞാൽ എനിക്ക് മുഖ്യമന്ത്രി ആവണം, അതല്ലെങ്കിൽ വരണ്ട. അതാണ് ശൈലജയുടെ മനസ്സിലിരിപ്പോ. അതുപോട്ടെ, ഏതായാലും ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത് CPM-നുള്ളിൽ നമ്മൾ വിഭാഗീയതൊക്കെ തീർന്നു എന്നൊക്കെയാണ് പറയുന്നത്. യഥാർത്ഥത്തിൽ ഏറ്റവും വലിയ വിഭാഗീയത ഇപ്പോഴാണ്. പിണറായി വിജയനെ വെട്ടാൻ ഗോവിന്ദനും KK ശൈലജയും പിന്നെ ആരാണ് നമ്മുടെ ബേബിയും മൂവർ സംഘം ഇങ്ങനെ എന്താ പറയാ, അവരിങ്ങനെ തയ്യാറല്ല, പണി തുടങ്ങിക്കഴിഞ്ഞു. അതില് ഗോവിന്ദൻ എടുത്ത ഏറ്റവും അവസാനത്തെ പണിയാണ് പെരിങ്കള്ളൻ എന്ന് പറഞ്ഞാൽ ഹൈന്ദവ വിശ്വാസികളുടെ വോട്ട് മുഴുവനാണ് തട്ടിപ്പ്. എന്തായാലും മുസ്ലിം മതവിശ്വാസികളുടെ വോട്ട് അല്ലെങ്കിൽ ഇസ്ലാം മതവിശ്വാസികളുടെ വോട്ട് പിണറായിക്ക് വരില്ല. ഹൈന്ദവ വിശ്വാസികളുടെ വോട്ട് നഷ്ടപ്പെടാൻ പോകുന്നു എന്ന് പറഞ്ഞാൽ ഏറ്റവും നാണം കെട്ട തോൽവിയിലേക്ക് പിണറായി വിജയൻ പോകുന്നു. അതിനുള്ള ഏക ഉത്തരവാദി, എന്ന് ഞാൻ പറയുന്നില്ല, ഒരുപാട് അതിനുള്ള സാഹചര്യങ്ങളുണ്ട്, ഒരുപാട് അതിനുള്ള എന്താ പറയാ സാധ്യതകളുണ്ട്. പക്ഷേ അതിന്റെ മുന്നണി പോരാളി MV ഗോവിന്ദനാണ്.